ദൈവജനമേ, നോമ്പുകാലം ആരംഭിക്കാൻ ഇനി 2 ദിവസങ്ങൾ മാത്രം. ഈ വലിയ നോമ്പുകാലം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള വീണ്ടും ഒരു സമയം പിതാവായ ദൈവം തന്നിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് നമുക്കൊരുക്കാം. അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള വിളിയാണിത്. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നമുക്ക് ഒരുമിച്ചൊരുങ്ങാം. ലോകത്തിൻ്റെ തിന്മകളിൽ നിന്ന് പിന്തിരിയാൻ നാം പരിശ്രമിക്കണം. വിദ്വേഷം വെടിഞ്ഞ് സ്നേഹം നിറയ്ക്കാം നമ്മുടെ ഹൃദയങ്ങളിൽ. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഈ ദിവസങ്ങളിൽ ശീലിക്കാം. കരുണയുടെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കാം. ഒരു നല്ല കുമ്പസാരത്തിനായി നമുക്കൊരുങ്ങാം. ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കാൻ സമയം കണ്ടെത്തണം. നമ്മുടെ കുറവുകളെ ദൈവമുമ്പാകെ നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. ഉപവാസം എന്നത് വെറും ഭക്ഷണം ഉപേക്ഷിക്കലല്ല, അത് തിന്മകളോടുള്ള വിരക്തി കൂടിയാണ്. ഈ നോമ്പുകാലം വെറുതെ ഒരു ചടങ്ങായി മാറരുത്. ഹൃദയത്തിൻ്റെ മാറ്റമാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുടുംബത്തോടൊപ്പം, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. ദാനധർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാം. എളിമയുള്ള ഹൃദയം പിതാവായ ദൈവം ഒരിക്കലും നിരസിക്കില്ല. തിരുസഭയുടെ കൽപ്പനകൾ ഭക്തിയോടെ നമുക്ക് പാലിക്കാം. വിശുദ്ധ ഗ്രന്ഥം ദിവസവും വായിക്കാം. കർത്താവിലേക്കുള്ള ദൂരം നമുക്ക് വീണ്ടും കുറയ്ക്കാൻ ശ്രമിക്കാം. കുരിശിൻ്റെ വഴിയിൽ പങ്കുചേരാൻ തയ്യാറെടുക്കാം. ആത്മീയമായ ഒരു ഉണർവ് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഈ 50 ദിവസങ്ങൾ വലിയൊരു ദൈവാനുഭവമാകട്ടെ. വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ ഓരോരുത്തരെയും നയിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.